any officer, set over me, even to the peril of my life. Hello friends, in this video we are going to discuss about the new CDS second 2025 നോട്ടിഫിക്കേഷൻ. അപ്പം നമുക്കറിയാം ഈ മാസം നോട്ടിഫിക്കേഷൻ എൻ്റെ റിലീസായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 17/6 എന്നുവെച്ചാൽ ഈ മാസം ജൂണിലാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആക്കിയാറുള്ളത്. ഇത് ലാസ്റ്റ് മെയ് ഇറങ്ങിയ നോട്ടിഫിക്കേഷനാണത്, 28 മെയ്യിൽ. അപ്പം ഈ മാസം ലാസ്റ്റ് 17 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റിൻ്റെ ഫോം ഫില്ലുള്ള നോട്ടിഫിക്കേഷൻ. പിന്നെ നമ്മളിത് ഈ ഫോം നോക്കുവാണെങ്കിൽ ഞാനിപ്പം ഈ പിന്നിൻ്റെ താഴെ തന്നെ ഞാനത് പിൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അഥവാ ആർക്കെങ്കിലും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവിടെ ന്യൂ രജിസ്റ്റർ ചെയ്യേണ്ടി വരും UPSC തന്നെ. പിന്നെ നമുക്ക് മെയിൻ ഇപ്പം വേണ്ടത് വെച്ചാൽ ആദ്യം ഒരു രജിസ്ട്രേഷനാണ് വേണ്ടതിനകത്ത് ഓൺലൈൻ UPSC പോർട്ടലിൽ തന്നെ. പിന്നെ കുറച്ച് ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ ഇപ്പം നമ്മുടെ ഡീറ്റെയിൽ നമ്മുടെ 12th പാസ്സായ 10th പാസ്സായതിൻ്റെയൊക്കെ എല്ലാം ആദ്യം വേണം അതിനകത്ത് ആദ്യം ഫിൽ ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് വേക്കൻസി നോക്കുകയാണെങ്കിൽ ഇപ്പം 100 വേക്കൻസിയാണ് IMAക്കുള്ള ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി. അപ്പം അതിൻ്റെ 161 കോഴ്സാണിത്. പിന്നെ അതുപോലെ 100, പിന്നെ അതുപോലെ ഇന്ത്യൻ നേവിയുടെ അത് വരുന്ന നമ്മുടെ കൊച്ചി ബേസ് വരുന്നതും കേരള ബേസ് വരുന്നവരും. അപ്പോൾ അവിടെ 26 വേക്കൻസി ഉണ്ട്. പിന്നെ ഇന്ത്യൻ എയർഫോഴ്സിൽ അക്കാഡമിയിൽ അവിടെയും 32 വേക്കൻസി ഉണ്ട്. പിന്നെ ഈ വട്ടം FCAT-നകത്ത് ഒരു ഒറ്റ വേക്കൻസി ഉള്ളൂ, ഫ്ലൈയിങ് ബാച്ചിന് മാത്രമുള്ളത്. പക്ഷേ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് 3 വേക്കൻസി ഉണ്ട്. അത് NCC ഹോൾഡറിനും ഉണ്ട്. പക്ഷേ FCAT-ൽ ഒറ്റ വേക്കൻസി ഉള്ളൂ. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ വേക്കൻസി കിട്ടും. നമുക്ക് ഈ എയർഫോഴ്സ് സിറ്റീസ് വഴി പോകുകയാണെങ്കിൽ നമുക്കൊരു 6 വേക്കൻസി വരെ നമുക്ക് ഇവിടെ ഫ്ലൈയിങ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് OTA വരുന്നത് നമുക്കൊന്ന് മദ്രാസ് വരുന്നുണ്ട്, ചെന്നൈ ബേസ് വരുന്നത് OTA ആണ്. അവിടെ 276 വേക്കൻസി ഉള്ളത്. പിന്നെ OTA വുമണിനും ഉണ്ട്, അവിടെ പ്രത്യേകമുള്ള വേക്കൻസിയാണ്. അപ്പം ഈ 2nd 5th കാണിക്കുന്ന ഈ വേക്കൻസി അത് കൂടുതലും ഈ നോൺ ടെക്നിക്കൽ ബേസ് ആണെന്ന് വെച്ചാൽ ഇപ്പം ചില ആൾക്കാർക്കൊക്കെ ആർക്കും കുഴപ്പമില്ല. പക്ഷേ ചില ആൾക്കാർക്ക് ഇവരൊരു 3-4 വേക്കൻസി ഈ വിഡോവർക്കും കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ചില ഹസ്ബൻഡ് ചിലപ്പം ഇതായിരിക്കും എന്ന് വെച്ചാൽ ഒരു വിഡോ ആയിരിക്കും ചിലപ്പം. അപ്പം അവർക്കും അവർ ഓപ്പർച്യൂണിറ്റി കൊടുക്കും അക്കാഡമി ജോയിൻ ചെയ്യാനുള്ള. പിന്നെ ചില കോഴ്സൊക്കെ അവർ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഞാൻ പറഞ്ഞ ഈ 4th വരുന്ന മെന്നാണ് വരുന്നത്, ആണുങ്ങൾക്കാണ്. 5th വരുന്നത് ഫീമെയിലാണ് വരുന്നത്. ഫീമെയിൽ ഇപ്പം 19 വേക്കൻസി ഉണ്ട് ഇതിനകത്ത്. ടോട്ടൽ അങ്ങനെ 453 വേക്കൻസി വരുന്നത് ഓൾ ഓവർ CDS സെക്കൻഡ് വരുന്നത്. പിന്നെ താഴോട്ട് പോവുകയാണെങ്കിൽ കൂടുതലും നമുക്കിപ്പം മെയിൻ ഇപ്പോൾ നമ്മൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നത് നമ്മുടെ 12th മാർക്ക് ഷീറ്റും 10th മാർക്ക് ഷീറ്റൊക്കെയാണ് ആദ്യം നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ചെയ്തതിന് ശേഷം. പിന്നെ നമുക്ക് സെൻറ്റർ നോക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ നോർത്ത് കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിലും കുറേ സെൻറ്ററുണ്ട്. ഇപ്പം ഇവിടെയൊക്കെ തിരുവനന്തപുരം കണ്ടില്ലേ, തിരുവനന്തപുരം ഉണ്ട്, കുറേ സ്ഥലങ്ങളുണ്ട്, കൊല്ലമൊക്കെ ഉണ്ട്, കൊല്ലമുണ്ട്. അതെല്ലാം നമുക്ക് കൂടുതലും സ്കൂളിൽ അവർ അലോട്ട് ചെയ്യുന്നത് നമുക്ക് സെൻറ്റർ. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പല ഡിസ്ട്രിക്റ്റിൽ ഒരു 5-6 കാണും സെൻറ്ററാണ് എക്സാം. ഇത് കൂടുതലും ഒരു അറൗണ്ട് ഒരു 20 ലാക്കെങ്കിലും കാൻഡിഡേറ്റ് അപ്പിയർ ചെയ്യും എക്സാമിന് വേണ്ടി ഓൾ ഓവർ ഇന്ത്യയിൽ. ബട്ട് ഈവൻ വെൻ വി ലുക്ക് ടു കേരള ഇറ്റ്സ് അറൗണ്ട് ലൈക്ക് 3,000 അല്ലെങ്കിൽ 5,000 മാക്സിമം. അതിൽ കൂടുതൽ ഇപ്പോൾ പെട്ടെന്ന് ആരും പോകാറില്ല. അപ്ലൈ എല്ലാവരും ചെയ്യും, ഒരു 6,000 അറൗണ്ടിലും അല്ലെങ്കിൽ ഒരു 10,000 മാക്സിമം അപ്ലൈ ചെയ്യും ഫോം ഫില്ല് ചെയ്യും നമ്മുടെ കേരളത്തിൽ തന്നെ. പക്ഷേ എക്സാം അപ്പിയർ ചെയ്യാൻ പോകുന്നവരും 6,000-7,000 കഷ്ടിച്ചായിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഏജ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് IMA നോക്കാം. IMA കാണിക്കുന്നത് വെച്ചാൽ ഏജ് ലിമിറ്റ് നമുക്കറിയാം 2002 തൊട്ട് എന്നുവെച്ചാൽ ജൂലൈ 2002 ജൂലൈ തൊട്ട് 2nd ജൂലൈ തൊട്ട് ജൂലൈ 1, 2007 വരെ ആൾക്കാർക്ക് വരെ IMA അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പം. പിന്നെ അതുപോലെ പിന്നെ ഫോർ നാവൽ അക്കാഡമി വെച്ചാൽ നേവി അക്കാഡമിയിൽ 2nd ജൂലൈ തൊട്ട് 2002. പിന്നെ അതുപോലെ തന്നെ 1st ജൂലൈ 2007 വരെ ആൾക്കാർക്കുള്ളത്. അപ്പം ഇൻ ബിറ്റ്വീൻ ദിസ് 2 ഡേറ്റ്സ് ദ cadet can appear for the age limit and go for the exam. And the third, if we go like in the Air Force Academy, നമുക്ക് 20 തൊട്ട് 24 വരെ വയസ്സുള്ള ആൾക്കാർക്ക് അപ്പിയർ ചെയ്യാം. അപ്പം ഇതിന് ചെറിയ കണ്ടീഷനുണ്ട്.
അതിപ്പം 2002 2 ജൂലൈ IMA പോലെ തന്നെ IMA പോലെ തന്നെയുള്ള ഒരു ഏജിൻ്റെ ഇതാണ് ഇവർക്കുള്ളത്. ഈ IMAയിൽ 2007 ആയിരുന്നു, ഇവിടെ 2006 വരെ ഉണ്ട്. പിന്നെ ഈ ഹോൾഡിങ് കമേഴ്ഷ്യൽ ലൈസൻസ് ഒക്കെ അതൊന്നും ഇഷ്യൂ അത് ചിലർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് 26 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ഫോർ എയർഫോഴ്സ്. പിന്നെ നമുക്ക് കൂടുതലും OT ഒക്കെ നോക്കുവാണെങ്കിലും പിന്നെ എല്ലാവരും പിന്നെ ഇതാവണം, അൺമാരീഡാണ് വേണ്ടത്. മാരീഡ് അത് പറ്റത്തില്ല ഈ സിറ്റീസ് അപ്പയർ ചെയ്യുവാണെങ്കിൽ. പറ്റും, പക്ഷേ അവർ മാരീഡ് ആയിക്കഴിഞ്ഞാൽ അവർ ഡിവോഴ്സ് ആവണം, എന്ന് വെച്ചാൽ വിഡോ ആവണം. അവർ ഡിവോഴ്സ് അല്ല, സോറി, ഒരു വിഡോവർ ആവണം. ഇപ്പോൾ അവരുടെ ഇതിലൊരു ഹസ്ബൻഡ് ഒരു വർക്കിംഗ് പേഴ്സണായിരുന്നു, പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം ഹസ്ബൻഡ് എക്സ്പയർ ആവുകയാണെങ്കിൽ ആ വ്യക്തിയുടെ വൈഫിന് എക്സാം അപ്പയർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ പിന്നെ താഴെ നോക്കുവാണെങ്കിൽ പിന്നെ OT ഏറ്റവും കൂടുതലും OTക്കാണ് ഏറ്റവും കൂടുതലും ഏജ് ലിമിറ്റ് കുറച്ച് ഹൈപ്പ് ഉള്ളത്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ 25 ഇയർ വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിനു വേണ്ടി. IMA 24 വരെ ഉള്ളൂ, പക്ഷേ 25 ഇയർ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ലൈക്ക് ഫോർ ഇൻ ദി OTA കേസ്. പിന്നെ നമുക്ക് താപ്പോടെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയുള്ള നമുക്ക് ഏതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്, ലൈക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണ്, മാട്രിക്സും പിന്നെ സ്കൂൾസിൻ്റെയും പിന്നെ കോളേജിൻ്റെ. അതിപ്പം പുതിയൊരു നിയമം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ UPSC കൂടുതൽ അവർ കുറച്ച് രജിസ്ട്രേഷൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഹോബിയൊക്കെ അത് ആഡ് ചെയ്യേണ്ടി വരും, അതൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ ഉള്ളൂ. IMAയിലും ഡിഗ്രി വേണം, എല്ലാത്തിനും ഡിഗ്രി വേണ്ടത്. എല്ലാത്തിനും എനി 3 year കോഴ്സ് ഇൻ ബാച്ചിലർ ഓർ എനി 4 year കോഴ്സ് ഇൻ ലൈക്ക് ഇൻ BTech കോഴ്സ് ഇൻ എനി അതർ കോഴ്സസ്. And those who are like some of the guys used to go for diploma after 10th, and after a diploma they choose for any BTech or any other examination like any for bachelor. They can also apply for that. There is no any reason. പിന്നെ താപ്പോട്ട് പോകണമെങ്കിൽ പിന്നെ കൂടുതലും ഇതൊക്കെ ഉള്ളത് ഫിസിക്കലൊന്നും കുഴപ്പമില്ല. അതൊക്കെ പിന്നെ അതൊക്കെ നമ്മുടെ SSB സംഭവം അതൊക്കെ ഉള്ളതൊക്കെ അതൊക്കെ പിന്നെ ഒരു സംഭവമാണ്. പിന്നെ നമുക്ക് ഇതിന് ഫീസ് വരുന്നത് 200 രൂപയാണ്. You can pay any of the mode like Paytm, Google Pay, it doesn't matter. Like you can also go for the net banking also. പിന്നെ നമുക്ക് താപ്പോട്ട് പോകണമെങ്കിൽ പിന്നെ ചില ആൾക്കാർക്ക് ST/SC ഒക്കെ ആണെങ്കിൽ അവർക്ക് ഫീസ് അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഇതൊക്കെ ഉള്ളൂ നമുക്ക് ഇപ്പം ചെയ്യാനുള്ളത്. അതുപോലെ നമ്മുടെ അഡ്മിറ്റ് കാർഡ് എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പ് നമുക്ക് നമ്മുടെ Gmail വരും, മെയിലിൽ വരും. പിന്നെ ഞാനിപ്പം ഇത് ഇങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം തന്നെ നമ്മുടെ ഞാനിപ്പം ലാസ്റ്റ് ഫസ്റ്റ് ടൈമിൽ I just prepared for exam and I could able to qualify the exam. So I thought I also went for SSB, but I get conference out from there in Allahabad in Uttar Pradesh. So I thought in this video and the upcoming video I just want to make to be more content for you all guys, like making for biology or some of the subject what I can do much more and could able to more add in the videos. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് ഡേറ്റിൻ്റെ 7th ജൂൺ ആണ്, എന്നുവെച്ചാൽ ഈ മാസമാണ്. ഇതിൻ്റെ അതുപോലെ 11:59. പക്ഷേ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം ഈ ആഴ്ച തന്നെ ഫോം ഫില്ല് ചെയ്യാനുള്ള, അല്ലെങ്കിൽ പിന്നെ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെൻറ്റർ ചിലപ്പം കുറച്ച് ഫാറായി പോകും. അപ്പം നമ്മൾ മാക്സിമം പെട്ടെന്ന് ഫോം ഫില്ല് നോക്കണം, അല്ലെങ്കിൽ പിന്നെ സെൻറ്റർ കുറച്ച് ദൂരത്ത് നമുക്ക് കിട്ടിപ്പോവും. പിന്നെ ഇതൊക്കെയുള്ള കുഴപ്പം ഇതൊക്കെയാണ്, വേറെ അതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ബാക്കി പിന്നെ കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ എക്സാം ഡേയിൽ നമുക്ക് ഒരു ID കാർഡ് ക്യാരി ചെയ്യേണ്ടി വരും, ഒരു ഹാർഡ് കോപ്പി വേണം അതിൻ്റെ. ലൈക്ക് വി ഹാവ് ടു ക്യാരി ദ ആധാർ കാർഡ് ഓഫ് ദ ഹാർഡ് കോപ്പി. നമുക്ക് ഫോട്ടോ കോപ്പി അവിടെ വർക്കബിൾ അല്ല. അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു ഫോട്ടോ കോപ്പി വേണം, പിന്നെ ഒരു കാർഡും വേണം, ഒരു ID പ്രൂഫ് ചെയ്യുന്നത്. കൂടുതൽ നമ്മൾ ആധാർ കാർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആധാർ കാർഡ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പാൻ കാർഡ്. വോട്ടർ ID ഒന്നും അവിടെ പറ്റത്തില്ല, യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കൂടുതലും നമുക്ക് താപ്പോട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് അവരുടെ കണ്ടീഷനൊക്കെ ഉള്ളൂ, എന്തൊക്കെയാണ് അതൊക്കെയാണുള്ളത്. അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പിൻ ചെയ്യാം, എൻ്റെ യൂട്യൂബ് വീഡിയോ താഴെ ഞാൻ പിൻ ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി അത് റീഡ് ചെയ്യാൻ മൊത്തത്തിൽ. So these are all for this video. Bye bye.